ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനൊരു കുട്ടി മോർണിംഗ് വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഒരു ചായയിൽ തുടങ്ങാം. ചായയിൽ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ആണല്ലോ രാവിലെ തന്നെ. നമുക്ക് തേയിലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ചായയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട്, അപ്പം ചായയും മഴയൊക്കെ ആയിട്ടൊന്ന് പുറത്ത് പോയിരുന്നൊരു ചായയൊക്കെ കുടിക്കണം. എനിക്ക് കടുപ്പ് ഒത്തിരി ഇഷ്ടമല്ലാത്ത ആളായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ അത്ര കടുപ്പമൊന്നും ഇല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട് വന്നതിന് ശേഷം ഇവിടെ കടുപ്പം എല്ലാവർക്കും ഇഷ്ടം. അപ്പം അങ്ങനെ ശീലിച്ച് എനിക്ക് ഇപ്പം നല്ല കടുപ്പം വേണം. ഞാൻ ബ്രൗൺ ഷുഗർ ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. പഞ്ചസാര ആയിരുന്നു, പക്ഷേ ഹെൽത്തിന് പഞ്ചസാരയേക്കാളും ബ്രൗൺ ഷുഗർ നല്ലതാണെന്ന് കേട്ടതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. ബ്രൗൺ ഷുഗർ കുഴപ്പമൊന്നുമില്ല, പഞ്ചസാരയുടെ ടേസ്റ്റൊക്കെ തന്നെ. ചായ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കപ്പിലോട്ട് മാറ്റി അരിച്ചൊക്കെ എടുത്ത് നമുക്ക് ചായയായിട്ട് പുറത്ത് പോയിരിക്കും. മോളിവിടെ എക്സാമാണ്, പഠിച്ചുകൊണ്ടിരിക്കുക. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കിച്ചണിൽ വന്നിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഞാൻ ചെറിയ കനം കുറച്ച് പേപ്പർ റോസ്റ്റ് പോലെ ചുട്ടെടുക്കാമെന്ന് ചോദിച്ചു. നെയ്യൊന്നും ഇടത്തില്ല, നെയ്യൊന്നും കഴിക്കുന്ന ഹെൽത്തിന് നല്ലതല്ലല്ലോ. ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് വണ്ണമൊക്കെ കുറയ്ക്കുന്നതുകൊണ്ട് നെയ്യ് അധികം യൂസ് ചെയ്യില്ല. ഒഴിക്കുന്നത് കണ്ട ഹസ്ബൻഡ് വഴക്ക് പറയും. അപ്പം ഇങ്ങനെ കനം കുറച്ച് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ദോശയും ചുട്ടെടുത്ത് അപ്പം ഞാൻ ചുടുമ്പോൾ തന്നെ കഴിക്കാം, അതാകുമ്പം ടേസ്റ്റാണല്ലോ. എല്ലാവരുടെയും ചുട്ട് കഴിയുമ്പോഴത്തേനും കുറേ സമയം, അപ്പോൾ അത് തണുത്തു. അങ്ങനെ ചമ്മന്തിയായിട്ട് ഞാനിവിടെ ദോശയൊക്കെ കഴിച്ച് ഇനിയിപ്പം മോളെ സ്കൂളിൽ വിടണം. മോൾ സ്കൂളിൽ പോയിട്ട് ഉച്ചയ്ക്ക് വരും. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പം ബൈ, അസ്സാം വലൈക്കും.